ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാശംസകൾ. പ്രിയപ്പെട്ട നന്ദകുമാർ സാർ, മണപ്പുറം കുടുംബാംഗങ്ങൾ, മറ്റ് ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. 75 വർഷങ്ങൾ ഉയർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി താണ്ടി മുന്നേറ്റത്തിൻ്റെ നേർവരമ്പുകളിലൂടെ നേടിയ നന്മയുടെ ഒരു സാമ്രാജ്യമാണ് മണപ്പുറം എന്ന ഈ പ്രസ്ഥാനം. മണപ്പുറത്തിൻ്റെ ബലമുള്ള അസ്ഥിവാരം പണിത് ഉയർത്തിയതാകട്ടെ ശ്രീ PC പത്മനാഭൻ എന്ന ക്രാന്തദർശികൾ, തുടർന്നതെല്ലാം പൊന്നാക്കിയുള്ള കരങ്ങൾ. 1949 മണപ്പുറത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. എളിമയോടെ സാധുക്കളുടെ കണ്ണീരപ്പായി കരകുളപ്പോടെ അദ്ദേഹം മുന്നോട്ട് വന്നു. ഈ സ്ഥാപനത്തിന് തുടക്കമിട്ടു. പിന്നീട് 1986 ശ്രീ നന്ദകുമാർ അതിൻ്റെ ചുക്കാൻ ഏറ്റെടുത്തപ്പോൾ അധികമാരും അറിയപ്പെടാതിരുന്ന മണപ്പുറത്തിൻ്റെ പേര് വാനോളം ഉയർന്നു. നിരന്തരമായ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഫലമാണ് ഇന്ന് കാണുന്നതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഉയർച്ചയുടെ പിന്നിൽ ഒരുപാട് മുഖങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടാവാം. എന്നാൽ അടിയുറപ്പോടെ തലയെടുപ്പോടെ ഇന്ന് ഈ നിലയിൽ മണപ്പുറം ലോകം എമ്പാടും അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമാക്കിയതിൻ്റെ കാരണങ്ങൾ മുതൽ ശ്രീ നന്ദകുമാർ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 70ാം പിറന്നാൾ ഇവിടെ ആഘോഷിക്കുകയുണ്ടായി. ചെറുപ്പമാണ് സാർ, വയസ്സിൻ്റെ പ്രായത്തിനൊക്കെ ചെയ്യുന്ന പ്രവൃത്തി. അതിൻ്റെ ഭാഗമായി തന്നെ അനേകം സാമൂഹിക സേവന പദ്ധതികൾക്ക് തുടക്കം കുറിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുടെയും ഇച്ഛാശക്തിയുടെയും മനസ്സിലെ നന്മയുടെയും പരിണിത ഫലമാണ് ഇന്ന് നാം കാണുന്ന മണപ്പുറം എന്ന മഹാസ്ഥാപനം. സ്വർണ്ണ വായ്പകളുടെ നിറം മങ്ങിയ ചിത്രങ്ങൾ തുടർച്ച 2010 ആദ്യമായി മണപ്പുറത്തോടൊപ്പം ഞാനും ഒരു പുതിയ പരസ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, പ്രിയദർശന്റെ സംവിധാനം ചെയ്ത പരസ്യം, അതിൽ ഞാനും ഭാഗമാക്കി. വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്ന പരസ്യമാണ്. ആ ടാഗിലൈൻ അന്നും ഇന്നും ഒരു ഹിറ്റായി മാറുകയും നാടൊട്ടുക്കും ഗുള്ളോൺ എന്നാൽ മണപ്പുറം ആണെന്ന് അറിയപ്പെടുകയും ചെയ്തു. അനിൽ പാച്ചുരാൻ ഇത്തവണ നേടിയത് ആ വരികൾ ഇന്നും ജനഹൃദയങ്ങളിൽ ഒരു താളമായിട്ട് പിന്തുടരുകയാണ്. നിങ്ങളുടെയൊക്കെ കൂട്ടായ ശ്രമങ്ങളിലൂടെ ഔന്നത്യങ്ങളിലെത്താൻ മണപ്പുറത്തിന് സാധിച്ചു. പിന്നീട് 1001 ബ്രാഞ്ചുകൾ. മണപ്പുറം തുടങ്ങുമ്പോൾ ആ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഇന്ന് 5200ഓളം ബ്രാഞ്ചുകളും 50,000-ൽ പരം ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് മണപ്പുറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനമാണ് മണപ്പുറം എന്നറിയുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ഏറെ സന്തോഷിക്കുന്നു. ഇന്ന് നമ്മൾ മണപ്പുറത്തിൻ്റെ 75ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനവും കർമ്മശേഷിയും മണപ്പുറത്തിൻ്റെ ശക്തിയാകട്ടെ. കൂടുതൽ വളർച്ചയ്ക്കും ഉന്നതിക്കും അത് ഉതകമാറാകട്ടെ. ഇനി ഉയരങ്ങൾ കൈവരിക്കുവാനുമാകട്ടെ. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ശ്രീ നന്ദകുമാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വരി കടമെടുക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കും.
അത് കൈവരിക്കാനായി കഠിനാധ്വാനം ചെയ്യും. പോകുന്ന കൈവരികളിൽ ആവോളം ആസ്വദിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. മനോഹരമായ വരികൾച്ച പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വഴിയിൽ ഉണ്ടാകുന്ന വഴികൾ തന്നെയാണ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. മലപ്പുറത്തിനും പ്രിയപ്പെട്ട ശ്രീ നന്ദകുമാറിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സ്കൂളുകളും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. മനസ്സിൽ 1000 തവണ പതിയുന്ന ചില വാക്കുകൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. നന്ദകുമാർ സാറിന്റെ സ്ഥലത്തിലെ വാചകങ്ങൾ അദ്ദേഹത്തിനും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകി എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. കാരണം 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന മലപ്പുറം കുടുംബത്തിന്റെ ഈ അഭിമാന നിമിഷത്തിൽ ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ MD and CEO VP നന്ദകുമാർ സാർ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് നന്ദകുമാർ സാറിന് കുടുംബത്തിനും മലപ്പുറം ഗ്രൂപ്പിന് നൽകുന്ന ഈ സ്നേഹാദരവ് അദ്ദേഹം അറിയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. ഒരുപാട് സന്തോഷത്തോടെ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്ത ഈ ചരിത്ര നിമിഷത്തിന് നമ്മൾ എല്ലാവരും ഭാഗ്യം ഉള്ളവരായി മാറിയിരിക്കുന്നു. അതിന്റെ അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എല്ലാ സന്തോഷത്തോടു കൂടിയും മലപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മേക്ക് ലൈഫ് ഈസി പോലെ സ്വർണം വെച്ചിട്ടെന്തിന് ആദ്യത്തെ നടക്കും എന്ന് പറയുന്ന വാക്കുകളിൽ ഒരു ജനതയുടെ വിശ്വാസം നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ തുടർച്ച തന്നെയാണ് മലപ്പുറം 2024 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായി മലപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ നമുക്ക് പറയാനുള്ളത്. ലാലേട്ടാ, കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞു കുറച്ച് സമയം ഉണ്ടാവും, എന്നാലും പ്ലീസ് ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ 1000 ചോദ്യങ്ങളുണ്ടാവും. 1000 ചോദ്യങ്ങളുണ്ടാവും. എന്തൊക്കെ ചോദിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ എത്ര പ്ലാൻ ചെയ്താലും മനസ്സിൽ ആ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്താ ചോദിക്കേണ്ടതെന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ലാലേട്ടൻ ഇവിടെ കുറച്ച് പേര് കുറെ അധികം ചോദ്യങ്ങൾ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാനും ചില ചോദ്യങ്ങൾ ലാലേട്ടൻ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എന്നാലും ആ ചില ചോദ്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ലാലേട്ടനോട് ചോദിക്കുകയാണ്. പക്ഷെ അവരൊന്ന് പരിചയപ്പെടുത്താൻ കൂടി ഒരു അവസരം ലാലേട്ടൻ തന്നാൽ തീർച്ചയായിട്ടും ഇന്ന ആളാണ് ആ ചോദ്യം ചോദിക്കുന്നത് എന്ന് എനിക്ക് പറയാമായിരുന്നു. ലാലേട്ടൻ യെസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. ആരൊക്കെയാണ് ആ ചോദ്യം ചോദിക്കാൻ പോവുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ആതിരയാണ്. ആതിര എവിടെയാണ്? ആതിര നമുക്ക് വളരെ സമയം കുറവാണ്. ഓക്കെ, സോ ആതിരയ്ക്ക് ആദ്യമായിട്ടൊരു നല്ലൊരു കൈയ്യടി കൊടുക്കാം. ആദ്യത്തെ ചോദ്യം നമ്മളോട് ചോദിക്കാനായ ഒരു ആഗ്രഹം മുന്നോട്ട് വന്നിരിക്കുന്ന ആതിരയാണ്. ലാലേട്ടനോടുള്ള ആദ്യയുടെ ചോദ്യം ഞാൻ ലാലേട്ടനെ അറിയിക്കുകയാണ്. ഈ ചോദ്യം ഇങ്ങനെയാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിലാണ് ഈ മലപ്പുറം ഡേ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരുമയോടെ കേരളം വയനാടിനെ ചേർത്ത് നിർത്തുകയാണ്. ലോകം മുഴുവൻ ഈ സന്ദേശം എത്തിക്കാൻ ലാലേട്ടൻ കൂടെ ഉള്ളപ്പോൾ ഞങ്ങളോട് അവിടെ അവർക്കൊപ്പം നേരിട്ട് പോയി നിന്ന നിമിഷത്തെ പറ്റി ലാലേട്ടന് എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ചാണ് ആതിര ചോദിക്കുന്നത്. ആ ചോദ്യം അങ്ങനെയാണ്. അതുകൂടാതെ മലപ്പുറം കുടുംബാംഗങ്ങൾ 4 കോടി രൂപയുടെ ഒരു സ്നേഹം അവരെ ചേർത്ത് നിർത്താനായി വയനാടിനോടൊപ്പമായിട്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൂടാതെ ലാലേട്ടനോട് നേരിട്ട് പോയി ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടിട്ടുള്ളതാണ്. ആ യൂണിഫോമിൽ ലാലേട്ടനെ കണ്ടപ്പോൾ ഓരോ ഇന്ത്യക്കാരും ഓരോ മലയാളിക്കും അഭിമാനമാണ് ഉണ്ടായതെന്ന് കൂടി ഞാൻ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. പ്ലീസ് ലാലേട്ടൻ. ഞാൻ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായിട്ട് 16 വർഷങ്ങളായി. ഇന്ത്യയിലെ സിനിമ ആക്ടേഴ്സിൽ എനിക്ക് മാത്രം ലഭിച്ച ഒരു വലിയ പദവിയാണ്. ആർമിക്ക് വേണ്ടി കുറെ ഫിലിംസ് ചെയ്യാനുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിൽ ആർക്ക് വേണമെങ്കിലും ചേരാം. അതിനൊരു പ്രായപരിധിയുണ്ട്. അതിന് ചില ടെസ്റ്റുകളുണ്ട്. ഷോർട്ട് ടേം ആയിട്ട് ചേരാം. ഒരാവശ്യം നമുക്ക് തോന്നുമ്പോഴൊക്കെ ചേരാം. ഇതിപ്പോൾ ചേരാമെന്നല്ല, അതിന് ചില ടെസ്റ്റുകളുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഞാൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഗുഡ്വിൽ അംബാസിഡർ. ഞാൻ അന്ന് ചേർന്നതിന് ശേഷം ഒരു 40% ഹൈക്ക് ആർമിയിലെ ആൾക്കാർ.
ഞാൻ ഓർമ്മപ്പെട്ടു ഇൻഫൻട്രി മദ്രാസ് എൻ്റെ കൂടെയാണ്. ഈ 122 കണ്ണൂരായിരുന്നു പതിക്കാരിക്കിലേക്ക് വന്നു. അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബറ്റാലിയൻ. എല്ലാ 2 വർഷവും ഈ ശൈലിയിലേക്കും പിന്നെ അതിർത്തിയിലേക്ക് വന്നു. ഈ അതിർത്തിയിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ അതേപോലെ കാണാറുണ്ട്. ഒരു മോട്ടിവേഷനാണ്. ഞാൻ അവരെ മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാ യൂണിറ്റുകളെ കാണാറുണ്ട്. ചിലപ്പോൾ കാശ്മീരായിരിക്കും, ജമ്മുവിലായിരിക്കും, ആ ഭാഗങ്ങളിലാണ് കൂടുതൽ, ചിലപ്പോൾ അവിടെ. അപ്പോൾ ഇപ്പം വയനാട് നടന്ന ഈ ഒരു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ്. ദുരന്തമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവിടെ പോയി കണ്ടാലേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാം. എനിക്കറിയാവുന്ന ഒരു ഗ്രാമമായിരുന്നത്. അവിടെ ഒന്നുമില്ല, ഒരുപാട് പേര് മരിച്ചു. അതിൻ്റെ കണക്കുകൾ കുടുംബത്തിനായിട്ടറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് അവിടെ എത്തിയത് ഈ ബറ്റാലിയനിലെ ഞങ്ങളുടെ കുട്ടികളാണ്. ഏതാണ്ട് 40 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അവരാണ് ആദ്യമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഒരിക്കലും അപ്പുറത്തേക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് അവരുടെ ജീവൻ പണയം വെച്ച് കയറി കെട്ടി പോയി അവിടുന്ന് ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചു. അപ്പോഴത്തേക്ക് ബാക്കി ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബറ്റാലിയൻ അല്ലെങ്കിൽ മറ്റ് സേനകൾ അവിടുത്തെ ആൾക്കാർ അവരൊക്കെ ചെയ്തൊരു വലിയ പ്രവർത്തിയാണ്. എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു. കുട്ടികളുടെ സ്ഥലത്ത് ഞാനും ഉൾപ്പെടുന്ന ബറ്റാലിയൻ സ്ഥലത്ത് അവരെ പോയി കാണുക, അവർക്കൊരു മോട്ടിവേഷൻ എടുക്കുക, അവിടുത്തെ എന്താണ് സംഭവിച്ചതറിയാം, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ കാഴ്ചകളെ കുറിച്ചൊന്നും പറയുന്നില്ല, വളരെ കഷ്ടമായ കാര്യങ്ങളാണ്. അതിന് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും. അത് ചെയ്യാനുള്ള സഹായം തീർച്ചയായിട്ടും അവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. എന്തായാലും അവർക്ക് നല്ലൊരു കഴിഞ്ഞെന്ന് മറന്നിട്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ഞങ്ങളിൽ ഒരാളായി ലാലേട്ടൻ ഇനിയും ഉണ്ടാകും. ആ ഒരു യൂണിഫോമിൽ ലാലേട്ടൻ അവിടെ കണ്ടപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അവരിൽ ഒരാളായി നിൽക്കുന്നത് കണ്ടപ്പോൾ കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു സെല്യൂട്ട് നമുക്കിപ്പോ നേരിട്ട് കൊടുക്കാം. താങ്ക് യു സോ മച്ച്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിമലാണ്. നിമലൊന്ന് എഴുന്നേൽക്കാം, ഒരു ഹായ് പറയാം. ലാലേട്ടൻ ഒന്ന് കാണുന്നത് നിമലാണ്. ഓക്കെ. സോ നിമൽ ചോദിക്കുന്ന ചോദ്യം ലാലേട്ട, സ്ഫടികം, 6-ാം തമ്പുരാൻ, ദേവാസുരം, നരസിംഹം ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകളുടെ ആരാധകർ ഒരുപാടുണ്ട് ലാലേട്ടന്. അപ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള അടുത്ത ഒരു ആക്ഷൻ പ്രാധാന്യമുള്ള സിനിമ എപ്പോഴായിരിക്കും? അതിന്റെ ചർച്ചകൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നിമലിന് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു ആക്ഷൻ സിനിമ എപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടായതാണ്. നമ്മൾ അറിയാതെ ഉണ്ടാകുന്നതാണ് സിനിമ. ആക്ഷന് വേണ്ടി ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. അത്തരം സിനിമകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകൾ നമ്മുടെ ടേസ്റ്റുകൾ മാറും, നമ്മുടെ ശൈലികൾ, നമ്മുടെ വസ്ത്രങ്ങൾ മാറും, നമ്മുടെ ഒരു വിചാരങ്ങൾ മാറും. അതുപോലെ സിനിമയിൽ എല്ലാ കലാരംഗത്തും വലിയ മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാനില്ല. അതിനേക്കാൾ നല്ല ഒരു സിനിമ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ സിനിമ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം അതുമായി കണക്റ്റഡ് ആണ്. റിൻസിയാണ് അടുത്ത ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. റിൻസി അവിടെ ഉണ്ടല്ലോ. ഓക്കെ, റിൻസിയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എല്ലാവരും ആകാംക്ഷാപൂർവ്വം നോക്കി കാണുകയാണ് ബറോസിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാനായി. ഇവിടെ ഒരുപാട് ആരാധകരാണ്. എന്താണ് പുതിയ വിശേഷം? ബറോസ് എന്ന ചിത്രം 3D, അതായത് അതിൻ്റെ സ്റ്റീരിയോഗ്രാഫ് എന്ന് പറയും. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അതൊരു 40 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് പല ആൾക്കാർ ശ്രമിച്ചിട്ട് വളരെ സക്സസ്ഫുള്ളായി. ബറോസ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനപൂർവ്വം പറയാം 2ാമത്തെ 3D ചിത്രമാണ്. അത് 3Dയിലാണ് നമ്മൾ ശ്രമിക്കുന്നത്. മറ്റ് പല സിനിമകളിലും 2D എന്ന് പറയുന്നത് സാധാരണ കാണും. അതിനെ 3D ആക്കിയിട്ടാണ് അതിനെ കലാകരിച്ചു. അതിലേക്ക് പുറത്തേക്ക് വരുന്ന അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സാണ്. പക്ഷേ ബറോസ് എന്ന ചിത്രം 3Dയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ നാഷണലി ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന സന്തോഷങ്ങൾ ഏറ്റവും വലിയ ഒരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 3 ഫോട്ടോഗ്രാഫേഴ്സ്, സിനിമോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ആളായിട്ട് അദ്ദേഹം മാറിയിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ക്യാൻ അവിടെ വെച്ചിട്ടുള്ള അവാർഡ് അദ്ദേഹം കിട്ടി. അതുപോലെ എൻ്റെ മ്യൂസിക് കണ്ടക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ സൗണ്ട്, അതിൻ്റെ അഭിനയിച്ചിരിക്കുന്ന ബോളിവുഡ്, സ്പാനിഷ്, പോർച്ചുഗൽ, ബ്രിട്ടീഷ്, ഗ്രീക്ക് ആക്ടേഴ്സാണ്. ഒരു സാധാരണ സിനിമയല്ല അത്. ഇപ്പം ഈ നേരത്തെ ചോദിച്ച പോലെ ഒരു ഭയങ്കര ആക്ഷൻ സിനിമയൊക്കെ എനിക്ക് എടുക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ എടുക്കാനാണ് ആഗ്രഹം. കാര്യം വളരെയധികം വയലൻസ്, എല്ലായിടത്തും വയലൻസാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു കുട്ടിയും ഒരു ഭൂതവുമായിട്ടുള്ളൊരു കഥയാണ്. അപ്പം അതിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അതിൻ്റെ സ്നേഹമുണ്ട്, നമ്മുടെ ഇൻ്റഗ്രിറ്റി ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ അകത്തൊരു മോഡലുണ്ട്. ആ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് വർക്ക് നടത്തുന്നത് ഇപ്പം അത് ഒക്ടോബർ റിലീസ് ചെയ്യാനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. IMAX-ൽ ആ ചിത്രം കാണാം. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. അതിനൊരു സിനിമ ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അറിയാതെ അവിചാരിതമായിട്ടാണ് പല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ അവിചാരിതമായി സംഭവിച്ചൊരു കാര്യമാണ് റോസ്. നിങ്ങൾക്കാണ് അഭിപ്രായം? ഞങ്ങൾ റോസിനെയും ചേർത്ത് നിർത്തും. കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആ ഒരു നടന വിസ്മയം, ആ അത്ഭുതം സ്ക്രീനിൽ കാണാനായി കൗതുകത്തോടു കൂടി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാനായിട്ട് അത് ലാലേട്ടനോടുള്ള ചോദ്യം അതുലാണ്. അതുൽ എവിടെയാണ്? അതുൽ ഓക്കെ, ലാലേട്ട അതുൽ അവിടെയാണ്. ഓക്കെ, സോ അതുലിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ലാലേട്ട. സിനിമാ തറവാട്ടിലെ എന്നത്തെയും എഴുത്തുപുരയിലെ ഗുരുവായ MT സാറിന്റെ മനോരഥങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ലാലേട്ടന്റെ കഥാപാത്രത്തെ പറ്റി ചെറുതായെങ്കിലും ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മനോരഥങ്ങൾ ഇന്നാണ് അവർ റിലീസാകുന്നത്. ഇന്ന് വൈകിട്ട് മനോരഥങ്ങളിൽ ഒരു ഫംഗ്ഷനുണ്ട്. MT സാറിന്റെ ഏതാണ്ട് 11 ചിത്രങ്ങൾ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടനെന്ന രീതിയിൽ വളരെയധികം എന്താ പറയട്ടെ, എന്നിലേക്ക് വളരെയധികം കൊണ്ട ചിത്രങ്ങളാണ്. പലരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പുതിയ തലമുറയിലുള്ള കുട്ടികൾ പഞ്ചാബി, അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ, സദയം, പേരുകളിലൊക്കെ താഴ്വാരം, ഒരുപാട് ചിത്രങ്ങൾ ഞാൻ എടുത്തു പറയുന്നത്. ഈ ചിത്രം ഞാൻ 50 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു സിനിമ അതിൻ്റെ മതസാറും തുഷാരത്തിനെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയ കഥയാണ്. ഏതാണ്ട് 10 കഥകളോളം സെലക്ട് ചെയ്ത് 10 സംവിധായകരെ കൊണ്ടാണ് അദ്ദേഹത്തിന് 10 ചെറുകഥകൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഓർമ്മ. എന്നെ സംബന്ധിച്ചോളം 50 വർഷങ്ങൾക്ക് മുമ്പ് മതസാര ചെയ്തൊരു ചിത്രം രണ്ടാമത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു. MT സാറിനോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ തിരക്കഥയിൽ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഇന്നിറങ്ങും അത് നിങ്ങൾ കാണും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്നത്തെ പ്രിയദർശനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് ആ സിനിമ 2.5 മണിക്കൂറായിരുന്നു. ഏതാണ്ട് 40 മിനിറ്റിലേക്ക് ചെറുകഥയിലേക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദ്യം പോകാതെയാണ് ശ്രദ്ധയോടെ ചിന്തിക്കുന്നത്. ഈ കാണുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിരിക്കും കൂടെ ഉണ്ടാകും എല്ലാവരും. സോ അടുത്ത ചോദ്യം നമിതയാണ്. നമിത ഓക്കെ, ഒരു ഹായ് പറയാം. ഈ ചോദ്യം, ഒരു ബ്രാൻഡ് അംബാസിഡർ ആയി തീരുക അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ചാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, അവരുടെ സുതാര്യത, അതൊക്കെ അതിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ലാലേട്ടൻ മലപ്പുറം ഗ്രൂപ്പുമായി തുടങ്ങി വെച്ച ഈ വലിയ സൗഹൃദം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ഇത്രയും വർഷത്തെ ഒരു സ്നേഹത്തെ പറ്റി അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ പറ്റി ഈ ഒരു സമയത്ത് മലപ്പുറത്തെയും 75 വർഷത്തെ നിലനിൽ നിൽക്കുന്ന അഭിമാന നിമിഷത്തിൽ എന്താണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്?
ബ്രാൻഡ് അംബാസിഡർഷിപ്പ് കേരളത്തിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് 15 വർഷങ്ങളായിട്ടാണ് ഒരുപാട് ആക്ടേഴ്സൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തും. ആരാണ് അതിൻ്റെ പുറകെ. ചിലത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിന്ന് പോകാം. പക്ഷേ ഈ മണപ്പുറമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷൻ ഇത്രയും വർഷം തുടർന്ന് പോകുന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ വരുന്ന സ്ഥിതിക്കുന്നതാണ്. കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. അതിൻ്റെ അകത്തൊരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയോടുള്ള സത്യസന്ധത, അത് തന്നെയാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു ഇൻറ്റഗ്രിറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഏറ്റവും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് തൊഴിലോടെന്ന് പറയാം. അത് ഈ ക്രൈസിസ് വരുമ്പോൾ ഒരു സാധാരണക്കാരൻ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അയാളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അയാളോടൊരു സ്നേഹമുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല കാര്യങ്ങളാണ്. പക്ഷേ കാലം മാറി ഒരുപാട് പോസിബിലിറ്റീസ് മറ്റ് പല ആൾക്കാരുണ്ട്. അവരോടൊക്കെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യം പറയുന്നത് അതിനുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും ഇൻറ്റഗ്രിറ്റിയുമാണ്. ആ ഇൻറ്റഗ്രിറ്റി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അഭിനയിക്കുന്ന എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ ഞാനും കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായും അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് മണപ്പുറം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് തിരിച്ചു പോകുന്നത്. ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, അതിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും സാധിക്കട്ടെ. സന്തോഷം. രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിന് മുൻപായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഓഡിയോ ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഒരു കലാകാരനെ ലാലേട്ടൻ അഭിനന്ദിച്ചുകൊണ്ടുള്ള ലാലേട്ടന്റെ ശബ്ദമാണ്, ഒരു ഫോൺ സംഭാഷണമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയത്. ആ സംഭാഷണത്തിനൊടുവിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, മോനെ എപ്പോഴെങ്കിലും അവസരം ഉണ്ടായാൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന്. ആ ആൾ ലാലേട്ടന്റെ കയ്യെത്തും ദൂരത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു സന്തോഷം, ഒരു സ്നേഹസമ്മാനം ഇപ്പോൾ ഞങ്ങൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ വരയുടെ നിമിഷങ്ങളിലായിരുന്നു ആ കലാകാരൻ ശ്രീരാജ് നമ്മുടെ കൂടെ ചേരുകയാണ്. അതെ, ലാലേട്ടൻ കാണാൻ നേരിട്ട് അഭിനന്ദിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ശ്രീരാജ് വരച്ച് ചേർത്ത ഒരു ചിത്രം ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ്. ലാലേട്ടൻ നോക്കാം ആ ചിത്രം എങ്ങനെ പ്രിയപ്പെട്ടതായിരിക്കും ലാലേട്ടൻ എന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്നേഹസമ്മാനത്തിന്റെ നിമിഷം ഇത് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മണപ്പുറം 2024 ഈ വിജയവേദിയിൽ അഭിമാന നിമിഷത്തിൽ നമ്മൾ ഒരുക്കുകയാണ്. പി ശ്രീരാജ്. വരകളിലൂടെ അത്ഭുതമായി തീർന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് ലാലേട്ടനെ നമുക്ക് ഒരുക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് ശ്രീരാജ്. താങ്ക്സ് എ ലോട്ട്. എന്തായാലും ഇത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നായി ലാലേട്ടൻ കരുതും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാലേട്ടനോടൊപ്പം ഒരു കാലഘട്ടം മുഴുവനും ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇന്ന് നമുക്കൊപ്പമില്ല. ഇന്നസെന്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നെടുമുടി വേണി ചേട്ടൻ, ലളിത ചേച്ചി, ബാബു കോയ, ഒരുപാട് പേരുണ്ട്, ഒട്ടനവധി പേരുണ്ട്. പ്രത്യേകിച്ചും പപ്പു ചേട്ടൻ, അങ്ങനെ എടുത്തു പറയാൻ ഒത്തിരി പേരുകളുണ്ട്. അവരെയൊക്കെ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് ഞങ്ങൾ നമ്മുടെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും അത് ചോദിക്കുന്നത് ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടി